കോഴിക്കോട് പാളയം മാർക്കറ്റ് പാളയത്ത് നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയതാണ്. ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അത് മാർക്കറ്റ് പാളയത്ത് നിന്ന് കല്ലുത്താൻ കടവിലേക്ക് എത്തിയിട്ടില്ല, അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് പാളയം മാർക്കറ്റിലെ കച്ചവടക്കാർ. നേരത്തെ തന്നെ അവർ ഇതിൽ എതിർപ്പ് അറിയിച്ചതുമാണ്. ഡിസംബറിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴാണ് കച്ചവടക്കാർ ഈ വിഷയം തള്ളിക്കളയുന്നത്. അതിനിടെ മാർക്കറ്റിൽ വെജിറ്റബിൾ മെർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ ക്യാമ്പയിനിൽ പാളയം വാർഡിലെ UDF BJP സ്ഥാനാർത്ഥികൾ ഒന്നിച്ച് പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി തിരക്കുകളെ തുടർന്ന് വിട്ടുനിന്നു. ഞങ്ങൾ അടിച്ചോടിക്കുക എന്നുള്ള തീരുമാനമാണെങ്കിൽ അത് ചോരയിൽ മുക്കിയിട്ടുള്ള തീരുമാനമായിരിക്കണം അവര്. ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും പോകാൻ തയ്യാറില്ല. പാളയം വിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടത്തിലേക്ക് ഇല്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് മാർക്കറ്റിലെ കച്ചവടക്കാർ. ഈ നിലപാട് വ്യക്തമാക്കാൻ വെജിറ്റബിൾ മെർച്ചന്റ്സ് അസോസിയേഷൻ മാർക്കറ്റിൽ ക്യാമ്പയിൻ നടത്തി. ഇതിലാണ് പച്ചക്കറി മാർക്കറ്റ് ഉൾപ്പെടുന്ന പാളയം 61 വാർഡിലെ UDF സ്ഥാനാർത്ഥി അൻവറ തെക്കോത്തും BJP സ്ഥാനാർത്ഥി ധന്യ രതീഷും കച്ചവടക്കാർക്ക് പിന്തുണ അറിയിച്ചത്. ഏതൊരു വികസനം വരുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള തൊഴിലാളികളോട് സംസാരിക്കുക, അവിടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം നമ്മളിതിൽ ഇടപെട്ടതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഒരു തൊഴിലാളികളോട് പോലും ഇവർ സംസാരിച്ചിട്ടില്ല, ഒരു തൊഴിലാളി സംഘടനകൾ പോലും ഇവർ കണ്ടിട്ടില്ല. തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു, തന്നിഷ്ടപ്രകാരം മാറ്റം കൊണ്ടുവരുന്നു. തൊഴിലാളികളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ആർക്കും ഇവിടുന്ന് മാറാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ താല്പര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒത്തു തന്നെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. പിന്നെ അവരവിടെ വികസനം നടത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാർക്കറ്റ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആ വികസനം എന്തുകൊണ്ട് അവർക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല? പാളയം വിടേണ്ടി വന്നാൽ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് കച്ചവടക്കാർ പറയുന്നു. ഞങ്ങൾ പോയ ഞങ്ങളുടെ കാര്യം പോക്കാണ്. ഞങ്ങൾ ബാങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയാണ്. അപ്പോൾ ലോണൊക്കെ അടയ്ക്കാനുണ്ട്. അവിടെ പോയി കച്ചവടം കിട്ടൂല ഞങ്ങൾക്ക്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മുട്ടായിത്തെരുവ്, അമ്പലങ്ങൾ ഇതൊക്കെ അടുത്തുള്ളതിനെ കൊണ്ടാണ് ഒത്തുമുഴിച്ച് പോകുന്നത്. വലിയങ്ങാടിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇത് അവിടേക്കായിട്ട് ആൾ സാധനം വാങ്ങാനായിട്ട് വരുന്നില്ല. ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കി ഡിസംബറിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അധികൃതർ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. എന്നാൽ കച്ചവടക്കാരുടെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.